നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. സൂപ്പർ കിച്ചണിൽ ഇന്ന് കുറച്ച് മധുര സേവയും പക്കാവട ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ല കടലമാവും അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. നല്ല കടലമാവ് ഒരു 2 കപ്പ്. ഈ ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് കടലപ്പൊടി എടുക്കുക. ഇത് മധുര സേവയ്ക്ക് വേണ്ടി. രണ്ട് കപ്പ് കടലപ്പൊടിയും ഇത് അരിപ്പൊടിയാണ്, നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. 2 കപ്പ് എടുക്കൂ. അരിപ്പൊടി ഞാനൊരു 1.5 കപ്പ് അരിപ്പൊടി എടുക്കുക. കപ്പല്ലല്ലോ, ഗ്ലാസ് അല്ലേ. ഈ ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടി. 2 ഗ്ലാസ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. മധുര സേവ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്. നമുക്കൊരു നുള്ളു ഉപ്പും ചേർത്ത് ഇതങ്ങ് കുഴച്ചെടുക്കാം. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, മധുരമല്ലേ ഇത് ചേർക്കാൻ പോകുന്നതുകൊണ്ട് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. 2 ഗ്ലാസ് കടലമാവിന് 1.5 ഗ്ലാസ് അരിപ്പൊടി ഇല്ലേ? അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് പഞ്ചസാര വേണം നമുക്ക് ഇതിന് പാവാക്കി ഇത് ചേർക്കാനായിട്ട്. അത് ഞാൻ അപ്പൊ എടുക്കുമ്പോൾ പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് വേണം. കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് കുഴച്ചാൽ മതി. നമ്മൾ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയാൽ അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. മധുര സേവയുടെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റ് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്. വെള്ളം കുറച്ച് തളിച്ച് കുഴയ്ക്കാവുള്ളൂ. വെള്ളം കൂടിയാൽ എണ്ണ പിടിക്കും. അതുകൊണ്ട് ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല. അപ്പം നമ്മുടെ മധുര സേവയുടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മധുര സേവയുടെ ഞാനൊന്ന് മാറ്റി വയ്ക്കുക. മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ എളുപ്പം തന്നെ ഇതിന്റെ കൂടെ തന്നെ പക്കാവട ഉണ്ടാക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുഴച്ചിട്ടങ്ങ് നമുക്ക് പൊരിച്ചെടുക്കാമായിരുന്നു. ഇത് പിന്നെ കാറ്റ് കയറാതെ അടച്ചു വയ്ക്കുക. നമുക്ക് ഇതിൽ തന്നെ ഞാൻ പക്കാവടയ്ക്കുള്ളത് കുഴയ്ക്കാൻ പോകും. കടലപ്പൊടി 2 കപ്പ്, അരിപ്പൊടിയും 2 കപ്പ്. നമ്മൾ ഇതിന് മാത്രം കടലപ്പൊടി എടുക്കുന്ന അത്രയും തന്നെ അളവിൽ അരിപ്പൊടി എടുക്കുക. ഇത് പക്കാവടയ്ക്കുള്ളതാണ്. 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് 2 കപ്പ് നേർമേ അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അരിപ്പൊടി എടുത്തിട്ടുണ്ട് 2 കപ്പ്. നമുക്ക് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1 സ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയായി. കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക. എരിവ് വേണം, കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ ഇച്ചിരി എരിവുള്ള മുളക് പൊടി ചേർക്കുക. 1 സ്പൂൺ കായപ്പൊടി, ചെറിയൊരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. പൊടികളെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം തളിച്ച് ഇത് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് കുഴയ്ക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയാൽ ശരിയാകത്തില്ല. അതുപോലെ തന്നെ വെള്ളം കൂടിയാൽ എണ്ണ ശരിക്കും ഇതേ പിടിക്കും. അതുകൊണ്ട് വെള്ളം കറക്റ്റിനുള്ള വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ.
നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസും ഒരുപാട് കട്ടിയില്ലാതെ മീഡിയം പരുവത്തിൽ കുഴച്ചെടുക്കുക. നമ്മുടെ ആട്ടയൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അതാ പ്രശ്നം, കൂടാതെ വേണം കുഴച്ചെടുക്കാം. നമുക്കിത് ഈ പാത്രത്തിലോട്ട് ഇട്ട് അടച്ചു വയ്ക്കാം. നമുക്കിത് മധുരസേവയുടെ ശരിയാക്കാം. നമുക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് വറക്കാൻ തുടങ്ങാം. എന്നിട്ട് മധുരസേവയ്ക്ക് എടുത്തേക്ക് നച്ച് ഇതിന്റെ വലിപ്പം ഇച്ചിരി കുറവാണ്. അതിലും വലുത് കിട്ടുവാണെങ്കിൽ അതാ നല്ലത്. ഇതിന്റെ ഇച്ചിരി വലിപ്പം കുറവാണ്. നമുക്ക് മധുരസേവയുടെ മാവ് ഇതിലോട്ട് നിറയ്ക്കാം. കറക്റ്റ് ആണെന്നറിയാൻ നമ്മൾ ഇങ്ങനെ ആദ്യം എണ്ണയിലിടുന്നതിന് മുമ്പേ ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ച് നോക്കാം. കറക്റ്റായിട്ട് വരുന്നുണ്ടോ? കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം. ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയെടുക്കാം. കളർ കണ്ട ഈ കളറിൽ കോരിയെടുക്കണം. അടുത്തതൊന്നും ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ എല്ലാം ശരിയാക്കിയെടുക്കാം. നമ്മുടെ മധുരസേവ കോരാവായിട്ടുണ്ട്. നമുക്കിനി ഇതിലും പക്കാവടയ്ക്കുള്ളത് നിറച്ചു കൊടുക്കാം. പക്കാവടയുടെ കണ്ട് ഈ ചില്ലാണ് പക്കാവടയുടെ നിറച്ചു കൊടുക്കാം. ഇനി പക്കാവട റെഡിയാക്കാം ഇല്ലേ? നമ്മുടെ മധുരസേവയെല്ലാം തീർന്ന് നമുക്ക് പക്കാവടയുടെ ഇല്ല. നമുക്കിനി പക്കാവട ഉണ്ടാക്കാം. മധുരസേവയ്ക്ക് പാവ് കാച്ചാനുണ്ട്. അത് നമുക്ക് ഈ പക്കാവടയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാവ് കാച്ചി ഒഴിക്കാം. അപ്പൊ നമുക്ക് പക്കാവടയുടെ ഇല്ല. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ. കൂടുതലാണെങ്കിൽ ഒരു കരിയുണ്ട്. നല്ലൊരു തിരിച്ചിടും. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. അല്പം കൂടെ നമുക്ക് ഇങ്ങനെ എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. ഈ കളറിലാണ് ഇതിന്റെ മൂപ്പ്. കണ്ട അതെ, മൂക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ കളറിലെടുക്കാം. നമ്മുടെ പക്കാവട എല്ലാം ശരിയായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വേപ്പനയും കൂടി ഇതിൽ വറുത്തിടണം. നമ്മളെ വേപ്പന മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതും കൂടെ പോയി പക്കാവടയ്ക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതിനോട് നമ്മുടെ പക്കാവട ശരിയായിട്ടുണ്ട്. സേവയ്ക്ക് പാവ് കാച്ചാനായിട്ട് പഞ്ചസാര 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. ഒന്ന് പാവാക്കി എടുക്കണം. ചൂട് പാവായി വരട്ടെ. ഇതിന് ഞാൻ 1 സ്പൂൺ ചുക്കുപൊടി, 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി എടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അതിൽ ചേർക്കേണ്ടത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. മധുരസേവ ഇതിലോട്ടൊന്ന് പൊടിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി വെക്കുക. ഇവിടെ പഞ്ചസാര പാകമായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്താ ഒരു നൂൽപ്പരുവെന്ന് പറയുന്നത് എന്താ, ഇതൊരു നൂൽപ്പരുവാക്കി എടുക്കണം. അതാണ് എൻ്റെ പരുവ്. നമുക്കിത് ഈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലായിടും കുറച്ചുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് ചുക്കുപൊടി ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കും. കൂടെ പൊടിച്ചിട്ട് മുകളിലോട്ട് ഈ കൂടി ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് കുറേശ്ശെ എല്ലാവരും ഇങ്ങനെ വീഴും. അതിനെ ഇതിൽ കൂടെ ഒഴിക്കുന്നു. കൂടി ഇറക്കിയപ്പോൾ കിട്ടും. കുറച്ചുകൂടെ കൂടി ഇറക്കിട്ടോ. ചുക്കുപൊടി ഏലക്കാപ്പൊടിയും കൂടി ഇട്ടപ്പോഴത്തേക്ക് നല്ല മണമുണ്ട് കേട്ടോ. ചുക്കിന്റെ ഏലക്കയുടെ
നമുക്ക് ബാക്കിയുള്ള ചുക്കുപൊടി ഏലക്കാപ്പൊടിയും കൂടെ ഇതിന്റെ പുറത്തങ്ങ് ഇട്ടു. ഒന്ന് മിക്സ് ആക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ആക്കി ഒരു സ്വല്പം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പഞ്ചസാരയിലേക്ക് ഇറക്കിടിച്ചോളും. ചുക്കുപൊടി ഏലക്കപ്പൊടി എല്ലാം ഈ ചുക്കും ഏലക്ക ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ നമ്മുടെ മധുരസേവയും പക്കാവടയും ശരിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ട ഇതിലിങ്ങനെ ക്രിസ്റ്റല് പോയി ഇങ്ങനെ പിടിച്ചിരിക്കും. നമ്മുടെ ഷുഗർ സിറപ്പില്ലേ അത് നല്ല കിലുകിലാന്നായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായത് കഴിക്കാനായിട്ട്. ഇതിലൊരു പീസ് ഒന്ന് പൊടിച്ച് കഴിച്ചു നോക്കട്ടെ. ഓ അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇതിന്റെ എരിവൊക്കെ ഒന്ന് നോക്കട്ടെ. ആവശ്യത്തിനുള്ള എരിവും നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടിനും. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബൈനി ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും.